nature and extent of surety's liability. Okay, so the first point is, as I have already mentioned, surety's liability is only secondary. That is, the primary liability lies with the principal debtor. If the debtor makes default, then only the surety's liability arises. Okay, so that is why it is said that the liability of surety is secondary. So here, when the principal debtor fails to make the payment or to perform the promise, this liability is cast upon the surety. The liability of surety is said to be secondary. If the principal debtor performs his promise, the surety does not incur any liability and he is discharged from his liability. Okay. Then second point is, the liability of surety is co-extensive with that of the principal debtor. അങ്ങനെ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ഷുവർട്ടീൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഏതിന് തുല്യം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. എന്താണോ പ്രിൻസിപ്പൽ ഡെറ്റർ കൊടുക്കാനുള്ളത് അത്ര മാത്രമേ ഉള്ളൂ ആരുടെ ലയബിലിറ്റി വരുന്നുള്ളൂ, ഷുവർട്ടീസ് ലയബിലിറ്റി. അതാണ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 128 ഓഫ് ദി കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് ദ നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. അപ്പോൾ ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഷുവർട്ടീസ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഇസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് of the principal debtor. But the co-extensive means the principal debtor shows it is with that of the principal debtor shows the quantum of surety's liability. അതായത് surety is liable for what the principal debtor is liable. Okay, അതായത് surety will be neither more nor be less than that of the principal debtor's liability. Okay, so the creditor may choose to proceed against the surety first unless there is an agreement to the contrary. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രിൻസിപ്പൽ ഡെറ്റർ എന്താണോ ലയബിൾ ആയിട്ടുള്ളത് അതിന് അത്ര മാത്രമേ ഉള്ളൂ ആരും ലയബിൾ ആവുന്നുള്ളൂ, ഷുവർട്ടിൻ ലയബിൾ ആവുള്ളൂ, ഇഫ് principal debtor makes any default. Then third point is commencement of surety's liability. അപ്പോൾ എപ്പോഴാണ് ഷുവർട്ടീൻ്റെ ബാധ്യത തുടങ്ങുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി അറൈസസ് ഇമ്മീഡിയറ്റ്ലി ഓൺ ദ ഡീഫോൾട്ട് ഓഫ് ദി ഡെറ്റർ. അതായത് നോട്ടീസ് ഓഫ് ഡീഫോൾട്ട് ഇസ് നോട്ട് നെസസറി ടു ബ്രിങ് ആൻ ആക്ഷൻ അഗെയിൻസ്റ്റ് ഷുവർട്ടി എന്നാണ് പറയുന്നത്. അതായത് വെൻ ദ ലയബിലിറ്റി is to arise only on the happening of a contingency, the surety is not liable until that contingency has actually happened. അപ്പോൾ എപ്പോഴാണോ പ്രിൻസിപ്പൽ ഡെറ്റർ ഡീഫോൾട്ട് വരുന്നത് ആ സമയത്ത് തന്നെ ഷുവർട്ടീസ് ലയബിലിറ്റി സ്റ്റാർട്ട്സ് എന്നാണ് പറയുന്നത്. ഇനി ഇങ്ങനൊരു കേസിൽ, അതായത് കണ്ടിൻജൻസി, അതായത് അങ്ങനെ ഒരു കണ്ടിൻജൻസി ഒക്കർ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ അവിടെ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഷുവർട്ടീസ് ലയബിലിറ്റി അറൈസസ് ഓൺലി ഹാപ്പനിങ് ഓഫ് ദാറ്റ് ഈവൻറ്റ്. ഓക്കെ, അപ്പം എക്സ്റ്റെൻറ്റ് ആൻഡ് ഇവിടെ പറയുന്ന നേച്ചർ ആൻഡ് എക്സ്റ്റെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റിയാണ്. ഈ 3 പോയിൻറ്റ് ശരിക്കും പഠിച്ച് വെക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് സെക്കൻഡറി. സെക്കൻഡ് പോയിൻറ്റ്, ദ ലയബിലിറ്റി ഓഫ് ഷുവർട്ടി ഈസ് കോ എക്സ്റ്റെൻസീവ് വിത്ത് ദാറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ ഡെറ്റർ. ആൻഡ് തേർഡ് വൺ, കമൻസ്മെൻറ്റ് ഓഫ് ഷുവർട്ടീസ് ലയബിലിറ്റി. So next we can see who is a favored debtor. ആരെയാണ് ഫേവേർഡ് ഡെറ്റർ എന്ന് പറയുന്നത്? ഷുവർട്ടീനെയാണ്. ഓക്കെ, അപ്പോൾ ഷുവർട്ടി ഇസ് ലയബിൾ ഓൺലി വെൻ ദ പ്രിൻസിപ്പൽ ഡെറ്റർ ഡസ് നോട്ട് പേ. ദാറ്റ് ഈസ് വൈ ഷുവർട്ടീസ് ലയബിലിറ്റീസ് ഓഫ് സെക്കൻഡറി നേച്ചർ എന്ന് പറയുന്നത്. ഇനി ഷുവർട്ടീനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഷുവർട്ടി ഈസ് കൺസിഡേർഡ് വിത്ത് ഫേവേർഡ് ബോത്ത് അറ്റ് ലോ ആൻഡ് ഇക്വിറ്റി. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഫേവേർഡ് ഡെറ്റർ എന്നുള്ളത് പറയുന്നത് നോക്കാം. സിൻസ് ഷുവർട്ടി ഈസ് നോട്ട് ലയബിൾ അൺടിൽ ദ ക്രെഡിറ്റർ ഹാസ് പെർഫോംഡ് എസ് പാർട്ട് ഓഫ് പ്രോമിസ്. ഓക്കെ, അപ്പോൾ ഇതുവരെ ബാങ്ക് കടം കൊടുത്തിട്ടില്ലേ, ഷുവർട്ടിക്കും ലയബിലിറ്റി ഇല്ല. അപ്പോൾ ഷുവർട്ടി ഇസ് നോട്ട് ലയബിൾ അൺടിൽ ദ ക്രെഡിറ്റർ ഹാസ് പെർഫോംഡ് എസ് പാർട്ട് ഓഫ് പ്രോമിസ്. സെക്കൻഡ്, ഷുവർട്ടീസ് ലയബിലിറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് ഈസ് കോ എക്സ്റ്റെൻസീവ് ദാറ്റ് ഓഫ് ദി principal debtor. He is liable for those sum that principal debtor is liable for. His liability cannot be more than or less than that of the principal debtor. And surety is liable only for the unpaid balance.
അപ്പം ഇപ്പം ഞാൻ അന്നൊക്കെ എക്സാമ്പിൾ പറഞ്ഞു 1,00,000 റുപ്പീസാണ് ബോറോ ചെയ്തതെങ്കിൽ ഇഫ് ഡെറ്റർ ഹാസ് ഓൾറെഡി പെയ്ഡ് 30,000 ദെൻ ഓൺലി ദ അൺപെയ്ഡ് ബാലൻസ് മീൻസ് 70,000. അപ്പോൾ ഷുവർട്ടി ഈസ് ലയബിൾ ഫോർ ദി അൺപെയ്ഡ് ബാലൻസ്. Then surety is not liable for fruitless litigation that the creditor may bring against the debtor unless the creditor has given a sufficient notice to this effect to the surety. അപ്പോൾ ഇപ്പോൾ കോടതിയിൽ എന്തെങ്കിലും പേപ്പേഴ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡെറ്റർക്കെതിരായിട്ട്. അപ്പോൾ അതിന് ഡെറ്റർ തന്നെയാണ് ലയബിൾ ആവുക. അതിന് ഷുവർട്ടീൻ്റെ മേലെയൊന്നും കേസെടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ അപ്പം അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് അതിനൊരു ഇത് വേണം. എന്താക്കണം? ക്രെഡിറ്റർ ഷുഡ് സെൻഡ് എ സഫിഷ്യൻറ്റ് നോട്ടീസ് ടു ദിസ് ഇഫക്റ്റ് ടു ദി ഷുവർട്ടി. അല്ലാണ്ട് ഷുവർട്ടി സേഫാണ്. Then surety is not bound by admissions and acknowledgements made by the debtor before the creditor, nor is liable for judgment obtained against the debtor. ഇനി എന്തെങ്കിലും വിധി ഡെറ്റർക്കെതിരെ എന്തെങ്കിലും വിധി വന്നിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ആര് ലയബിൾ അല്ല? ഷുവർട്ടി ഈസ് നോട്ട് ലയബിൾ. ഷുവർട്ടീൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇയാൾ എന്തിനാ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത് അതിന് മാത്രമായിരിക്കും. 1,00,000 റുപ്പീസ് ബോറോ ചെയ്തിട്ടുണ്ട്. ആ 1,00,000 റുപ്പീസ് ഡെറ്റർ കൊടുക്കുന്നില്ലെങ്കിൽ അത് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആരുടെ ബാധ്യത എന്ന് പറയുന്നത്? ഷുവർട്ടീന്. അപ്പോൾ ഷുവർട്ടി ഈസ് നോട്ട് ബൗണ്ട് ബൈ അഡ്മിഷൻസ് ഓർ അക്നോളജ്മെൻറ്റ്സ് മെയ്ഡ് ബൈ ദി പ്രിൻസിപ്പൽ ഡെറ്റർ ബിഫോർ ദ ക്രെഡിറ്റർ, നോർ ഹീസ് ലയബിൾ ഫോർ ജഡ്ജ്മെൻറ്റ്സ് ഒബ്റ്റെയിൻഡ് അഗെയിൻസ്റ്റ് ദി ഡെറ്റർ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഷുവർട്ടീസ് പൊസിഷൻ ഇസ് വെരി സേഫ് ആൻഡ് ഹീ ഈസ് റൈറ്റ്ലി an object of favor both at law and equity. Okay.